സഭയുടെ ഉൽപ്രാവണവും ക്രിസ്തുവിൻ്റെ ന്യായാസനവും എന്നുള്ള വിഷയത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യമാണ്. സഭയുടെ ഉൽപ്രാവണത്തെ സംബന്ധിച്ച് 25 വാക്യങ്ങളാണ് പുതിയ നിയമത്തിൽ നമുക്കുള്ളത്. അത് തെളിവായി പറയുന്ന ചില വാക്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഫിലിപ്പ് ലേഖനം 3-ന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കണ്ട് പഠിക്കുവിൻ. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു. പലപ്പോഴും നിങ്ങളോട് കണ്ണുനീരോടുകൂടെ പറഞ്ഞത് ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർക്ക് അഭിമാനം തോന്നുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ വാക്യത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. 1, സ്വർഗീയ പൗരത്വവും അതിൻ്റെ പ്രാധാന്യവും അതിനനുസൃതമായിട്ടുള്ള ഒരു ജീവിതവും. 2, സ്വർഗീയ പൗരത്വമുള്ള പൗരന്മാരെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് വരുന്നു. 3, സ്വർഗീയ പൗരത്വമുള്ള പൗരന്മാർക്ക് സ്വർഗരാജ്യത്തിൽ ജീവിക്കാൻ അനുസൃതമായ ഒരു ശരീരം ലഭിക്കുന്നു. സഭയോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ സഭ സ്വർഗീയ പൗരത്വം ലഭിച്ചവരാണ്. 2, സഭ സ്വർഗീയ മണവാളന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. 3, സഭ സ്വർഗീയ ശരീരത്തിനായി കാത്തിരിക്കുന്നവരാണ്. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ വളരെ ഉറപ്പായിട്ടുള്ള, ദൈവമക്കളെ സംബന്ധിച്ച് അവർക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ആണെന്നല്ല, ആകാൻ പോകുന്നെന്നല്ല, ആകുന്നു. പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ദൈവം പൂർത്തീകരിച്ച ഒരു പ്രവർത്തന പദ്ധതിയുടെ ആത്യന്തികമായ ഒരു പ്രഖ്യാപനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. പൊളിഥിയൂമ എന്ന് പറയുന്ന POLITUAMA, പൊളിഥിയൂമ എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം, പൗരത്വം എന്ന് പറയുമ്പോൾ അത് നിയമാനുസൃതമായി നമുക്ക് ലഭിക്കുന്നൊരു അവകാശമാണ്. അതൊരു വെർബൽ പ്രഖ്യാപനമല്ല, നിയമാനുസൃതമായി നമുക്ക് ലഭിക്കുന്നൊരവകാശം, ലീഗൽ ബിലോങ്ങിങ്സ്. ഇപ്പോൾ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം എന്ന് പറഞ്ഞാൽ നിയമപരമായി ഒരു രാജ്യത്ത് ജീവിക്കുവാൻ അവകാശം ലഭിക്കുക എന്നതാണ്. സ്വർഗീയ പൗരത്വം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദൈവം വസിക്കുന്നിടത്ത് ജീവിക്കാൻ നമുക്ക് നിയമപരമായ അവകാശം ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് കേവലം ഒരു വാക്കുകൊണ്ട് പറയുകയല്ല, ആധികാരികമായി നമുക്ക് നിത്യതയിൽ ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്നും ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവത്തോടുകൂടെ നിത്യം വസിക്കുവാൻ ഒരു ദൈവ പൈതലിന്, ദൈവമക്കൾക്ക് നിയമപരമായി നൽകുന്ന അവകാശത്തിനാണ് പൗരത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗീയ പൗരത്വം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ പൗരത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തിൽ പൗരത്വം ലഭിക്കുന്നത് നമുക്കറിയാം, പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. എന്നാൽ സുരക്ഷിതമായ പൗരത്വം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ജന്മം കൊണ്ട് ലഭിക്കുന്ന പൗരത്വമാണ്. ഒരു രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവകാശം, ആ രാജ്യത്തിൽ സുരക്ഷിതമായി അവർക്ക് ജീവിക്കാൻ കഴിയും. ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിന് പോലും അവരെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ അധികാരമില്ല. അപ്പോൾ ആ നിലയിൽ വളരെ സുരക്ഷിതമായി നമുക്ക് ലഭിക്കുന്ന പൗരത്വം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് ലഭിക്കുന്ന പൗരത്വമാണ്. ഇവിടെ സ്വർഗീയ പൗരത്വത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് വീണ്ടും ജനിച്ചവർക്ക് മാത്രമുള്ള അർഹതയാണ്.
വളരെ വ്യക്തമായി ഞാൻ ഒന്നുകൂടെ പറയാം. സ്വർഗീയ പൗരത്വം എന്ന് പറയുന്നത് വീണ്ടും ജനിച്ചവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അർഹതയാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു നിക്കോദേമസിനോട് പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ സത്യമായി നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. പുതുതായി ജനിക്കുക അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക, അങ്ങനെ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവരാജ്യം എന്ന് പറയുന്നത് മശിഹ ലോകത്തിലേക്ക് മടങ്ങി വന്ന് ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് യേശു ക്രിസ്തു മശിഹ ലോകത്തിലേക്ക് വന്ന് പിന്നെ ലോകത്തിൻ്റെ ഭരണം ക്രിസ്തു ഏറ്റെടുത്ത് ഈ ലോകം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. അതായത് നെബൂഖദ്നേസർ ലോകം ഭരിച്ചതുപോലെ, മേദോ പാർസ്യ രാജാക്കന്മാർ ലോകം ഭരിച്ചതുപോലെ, മഹാനായ അലക്സാണ്ടർ ലോകം ഭരിച്ചതുപോലെ, റോമാ സാമ്രാജ്യം ലോകം ഭരിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ 5ാമത്തെ ലോക സാമ്രാജ്യത്തെ ഭരണം അല്ലെങ്കിൽ മശിഹയുടെ ഭരണം, ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കൈതൊടാത്ത കല്ല് വന്ന് ലോകത്തിലുള്ള ഭരണ സംവിധാനത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞ് ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം. അതിങ്ങനെ മുന്നോട്ട് പോകും ഈ ഭൂമിയിൽ. അതിനെത്ര കാലപരിധി ഉണ്ടെന്ന് യഹൂദന്മാർക്ക് അറിഞ്ഞുകൂടാ. അവരത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ആ ഭരണ സംവിധാനത്തിന്, ആ ക്രിസ്തുവിൻ്റെ മില്ലേനിയൽ പീരീഡ് എന്ന് പറയുന്നത് 1000 വർഷമാണ് എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് യഹൂദന്മാരെ സംബന്ധിച്ചുള്ള ദൈവരാജ്യം എന്ന് പറയുന്നത്. എന്നാൽ ദൈവമക്കളായി നമുക്കറിയാം, ദൈവരാജ്യം എന്ന് പറയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടെ വിപുലമായൊരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇരുട്ടിൻ്റെ അവകാശത്തിൽ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നുവെന്ന് കൊലോസ്യയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യമെന്നറിയപ്പെടുന്നത് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം ശരിക്കും പഠിക്കുമ്പോൾ 21, 22 അധ്യായത്തിൽ പറയുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ദൈവരാജ്യം എന്ന് പറയുന്ന ആ കാര്യത്തിന് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അർത്ഥത്തിനകത്ത് ഒതുക്കാതെ അതിനെ വിശാലമായി ചിന്തിച്ചാൽ നമുക്ക് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവത്തോടു കൂടെ നമ്മൾ നിത്യത മുഴുവൻ ജീവിക്കുന്ന ആ നിത്യജീവനത്തിൻ്റെ അവകാശത്തെ ഉദ്ദേശിച്ചാണ് ഇവിടെ കർത്താവ് പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പുതുതായി ജനിക്കണം അല്ലെങ്കിൽ വീണ്ടും ജനിക്കണം, അത് നിക്കോദേമസിനോട് ചോദിച്ച ചോദ്യത്തിന് നിക്കോദേമസിനോട് കർത്താവ് മറുപടി പറഞ്ഞു, വെള്ളത്താലും. അടുത്ത വാക്യത്തിൽ നിങ്ങൾക്കറിയാം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. പൊതുവേ നമ്മുടെ മധ്യയുള്ള ദൈവവചനം പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത്, വചനത്തെ വചനം കൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ചാൽ വെള്ളം എന്നവിടെ ഉദ്ദേശിക്കുന്നത് ആ വെള്ളം ആത്മാവെന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ പൊതുവേ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അവിടെ വെള്ളമെന്ന് ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. കാരണം പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിന് വീണ്ടും ജനനത്തിൽ വളരെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവവചനം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവർക്കത് വിശ്വസിക്കാനും അംഗീകരിക്കാനും സാധിക്കത്തുള്ളൂ. നമ്മൾ കാണാത്തൊരു ലോകത്തെക്കുറിച്ച്, കാണാത്തൊരു രാജ്യത്തെക്കുറിച്ച്, കാണാത്തൊരു വ്യക്തിയെക്കുറിച്ച് നമ്മളൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനോട് പറയുമ്പോൾ അവനത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്കറിയാം, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ പോലും വിശ്വസിക്കാൻ ആളുകൾക്ക് സാധിക്കാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ അതവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് നമ്മുടെ വെർബൽ പ്രഖ്യാപനങ്ങൾ കൊണ്ടോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ടോ അല്ല, അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുകൊണ്ടാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ആദ്യത്തെ സുവിശേഷ പ്രസംഗം പത്രോസ് ചെയ്യുമ്പോൾ ആ സുവിശേഷത്തെ പ്രസംഗത്തോട് പ്രതികരിച്ച് ആളുകൾ മുന്നോട്ട് വന്ന് 3000-ഓളം പേര് കർത്താവിൻ്റെ സഭയോട് ആദ്യം ചേരുന്ന ആ ഭാഗം ഒന്ന് പരിശോധിച്ചാൽ കർത്താവ് പറഞ്ഞ ഈ വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം എന്നുള്ള വിഷയത്തിന് വളരെ വ്യക്തമായൊരു വിശദീകരണം നമുക്ക് ലഭിക്കുകയാണ്. നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ ഈ വിഷയത്തോട്, വീണ്ടും ജനനത്തോട് ബന്ധപ്പെട്ട 3 പ്രത്യേകതകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്,
വീണ്ടും ജനനം സുവിശേഷം വളരെ വ്യക്തമായി ആളുകളോട് പറയുമ്പോഴാണ് സംഭവിക്കുന്നത്. അതിൻ്റെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 36 വാക്യങ്ങളിൽ പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഒരു സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി പത്രോസിൻ്റെ പ്രസംഗം പഠിച്ചാൽ മനസ്സിലാകും. അവിടെ കർത്താവായ യേശു ക്രിസ്തുവാണ് സുവിശേഷ പ്രസംഗത്തിൻ്റെ കേന്ദ്ര വിഷയം. പൗലോസ് പറഞ്ഞ പോലെ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയെക്കുറിച്ചാണ് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. അല്ലാത്തതൊന്നും സുവിശേഷ പ്രസംഗമല്ല. അത് 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 37-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പ്രവൃത്തികളുടെ പുസ്തകം ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 37, അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ സുവിശേഷ പ്രഭാഷണം കേട്ട അല്ലെ പത്രോസിൻ്റെ പ്രസംഗം കേട്ട ആളുകളുടെ ഒരു പ്രതികരണം അവിടെ നമ്മൾ വായിക്കുന്നവർ ഈ വചനം കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പ്രസംഗം കേട്ടപ്പോൾ യഹൂദന്മാരെ സാധാരണഗതിയിൽ അവരുടെ മതപരമായ ചിന്താഗതി അനുസരിച്ച് അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണ് പത്രോസ് അവിടെ നടത്തിയത്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. അവർക്ക് പ്രകോപനമുണ്ടാക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതവരുടെ പ്രകോപനത്തിനായിട്ടല്ല, അതവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാനിടയായി. അത് ആര് പ്രവർത്തിച്ചാണ്? പത്രോസിൻ്റെ പ്രസംഗം കൊണ്ടാണോ? പത്രോസിൻ്റെ പ്രസംഗം അതിനൊരു ഒരു മുഖാന്തരം മാത്രമേ ഉള്ളൂ. അവിടെ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അവിടെ രക്ഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ വീണ്ടും ജനിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് അവിടെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണം. മലയാളം ബൈബിളിൽ മാനസാന്തരപ്പെടണം എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ഗ്രീക്ക് വാക്ക് ബൈബിൾ പരിശോധിച്ചാൽ, ചില ഇംഗ്ലീഷ് തർജ്ജമകൾ പരിശോധിച്ചാൽ ടേൺ അവേ ഫ്രം യുവർ സിൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് വേർപെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കണം. അപ്പോൾ രക്ഷിക്കപ്പെടുവാനായിട്ട് ഒരാൾക്ക് സാധിക്കണമെങ്കിൽ ഈ സുവിശേഷം കേട്ട് അതിനോട് അദ്ദേഹം ചെയ്യേണ്ട ആദ്യത്തെ പ്രതികരണമെന്ന് പറയുന്നത്, പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒന്ന് വേർപെട്ട് ഒരു നല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കണം. മദ്യപാനിയായ ഒരാൾ ആ മദ്യപാനത്തിൽ തന്നെ തുടർന്നുകൊണ്ട് സ്വർഗത്തിൽ പോവുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണം. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, അത് മലയാള ബൈബിളിലില്ല, ടേൺ ടുവേർഡ്സ് ഗോഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഒന്ന്, പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണം. രണ്ട്, ദൈവത്തിങ്കിലേക്ക് തിരിയണം. അവിടെ ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന് പറയുന്ന ആ വാക്ക് യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നൊരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തുന്നുണ്ട്. അപ്പം ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ യേശുവിനെ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നയാളാണെന്നും അദ്ദേഹം സർവശക്തനായ ദൈവമാണെന്നും ആ യേശു ക്രിസ്തു എൻ്റെ കർത്താവാണ് എന്നുമുള്ള പൂർണ്ണമായൊരു ബോധ്യം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരണം. നമ്മൾ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം യഹൂദന്മാരോട് ബന്ധത്താണെന്ന് പറയുന്നെങ്കിലും നമുക്കും അത് ബാധകമാണല്ലോ. ഇവിടെ വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നയാളാണെന്ന് ഹൃദയം കൊണ്ട് ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായി വിശ്വസിക്കുന്നെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കുക. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിനോട് ചേർത്ത് പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഈഗോ എയ്മി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത് സകല നാമത്തിനും മേലായ നാമമാണ്. കർത്താവ് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു, സകലത്തിൻ്റെയും കാരണഭൂതനും ഉടമസ്ഥനുമായ ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ പറയുന്ന അങ്ങനെ വിശ്വസിക്കുമ്പോൾ, അങ്ങനെ വിശ്വസിക്കുന്ന ഏവർക്കും, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അതിനകത്ത് ജാതിയോ മതമോ വർഗവർണ്ണ വ്യത്യാസങ്ങളോ സഭാവ്യത്യാസങ്ങളോ ഒന്നുമില്ല, ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ, ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ദൈവമക്കളാവുകയാണ്. അവിടെ ഒരു വീണ്ടും ജനനം നടക്കുകയാണ്.
അത് തന്നെയാണ് പത്രോസ് ഇവിടെ പറയുന്നത്. പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ വീണ്ടും ജനം സംഭവിക്കും. അവിടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോൾ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ത്രിയേക ദൈവത്തെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി മാറും. അങ്ങനെയാണ് നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്. അതാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം. അവിടെ യോഹന്നാൻ സുവിശേഷം 1:13 നമ്മൾ വായിച്ചാൽ അങ്ങനെ വീണ്ടും ജനിച്ചവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ രക്തത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ ഫാമിലി റിലേഷൻഷിപ്പിൽ നിന്നല്ല. അപ്പൻ ഉപദേശി ആയതുകൊണ്ട്, മൂപ്പനായതുകൊണ്ട്, പുരോഹിതരായതുകൊണ്ട്, പിന്നെ പാസ്റ്റർ ആയതുകൊണ്ട് മക്കൾ വീണ്ടും ജനിക്കുകയില്ല. മക്കൾ വീണ്ടും ജനിക്കണമെങ്കിൽ അവർ ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കണം. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്നത് കുടുംബപര ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന ജനനമല്ല, രക്തബന്ധത്തിൽ നിന്നുണ്ടാകുന്ന ജനനമല്ല. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ, നേർച്ച കാഴ്ചകൾ, ഇങ്ങനെയുള്ള മനുഷ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന കുറേ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല സ്വർഗത്തിൽ പോകുന്നത്. 3 പുരുഷൻ്റെ ഇഷ്ടത്താലല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വെച്ചിരിക്കുന്ന നിയമ സംവിധാനങ്ങൾ, മതപരമായ ആചാരങ്ങൾ, ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല സ്വർഗത്തിൽ പോകുന്നത്. പിന്നെ അവർ ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. ഇപ്പോൾ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം. അതാണ് പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ പ്രതികരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അങ്ങനെ വീണ്ടും ജനിച്ച കർത്താവിനെ സ്വീകരിച്ച ആളുകൾ അവർ ചെയ്ത 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? 1, സുവിശേഷം പ്രസംഗിച്ചു, ആ സുവിശേഷം അവർ വിശ്വസിച്ചു, വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വന്നപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? നമ്മൾ 41 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ഒന്നാമത് ചെയ്തത് അവർ സ്നാനമേറ്റു എന്നാണ്. സ്നാനമേറ്റു എന്ന് പറഞ്ഞ പത്രോസിൻ്റെ വാക്കല്ല. പത്രോസ് എന്ന് പറയാൻ കാരണം എന്താ? കർത്താവായ യേശു ക്രിസ്തു സുവിശേഷീകരണം എന്നുള്ള ദൗത്യം തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പം വിശ്വാസത്താലാണ് രക്ഷ എന്നുള്ളത് വളരെ വ്യക്തമായി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയാണ്. അതുപോലെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ അവിടെ കർത്താവ് പറയുന്നുണ്ട്, അവിടെ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. സ്നാനത്തെക്കുറിച്ച് ഏതാണ്ട് 10ഓളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കേണ്ടതിലേക്ക് പോകുന്നില്ല. എന്തായാലും അവിടെ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് രക്ഷിക്കപ്പെട്ട ആളുകൾ 1, അവർ സ്നാനപ്പെട്ടു. രണ്ടാമത് അവരോട് പറഞ്ഞ കാര്യം വക്രതയും കോട്ടമുള്ള 40-ാം വാക്യം വായിക്കുമ്പോൾ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് വേർപെട്ട് ജീവിക്കുക എന്നൊരർത്ഥമാണ്. അപ്പോൾ രണ്ടാമത് അവർ ചെയ്തത് വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ വേർപെട്ട് ജീവിച്ചു എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ എന്നുള്ള ഐഡൻറ്റിറ്റിയോടെ സ്വഭാവത്തിലും ജീവിതത്തിലും വേഷവിധാനത്തിലും അവരുടേതായിട്ടുള്ള പ്രവർത്തന രംഗങ്ങളിലുമെല്ലാം ദൈവമക്കൾ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് അവർ ജീവിച്ചു എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിച്ചവരിൽ നിന്ന് ദൈവവചനം പഠിച്ചു. അപ്പോസ്തോലന്മാർ ദൈവവചനം കർത്താവിൽ നിന്ന് പഠിച്ചവരാണ്. ആ പഠിച്ച അപ്പോസ്തോലന്മാരിൽ നിന്ന് ദൈവമക്കൾ ദൈവവചനം പഠിച്ചു, ആ ഉപദേശം പഠിച്ചു. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത് നമ്മൾ കാണുന്നത് ദൈവമക്കളുമായുള്ള കൂട്ടായ്മ ആചരിച്ചു. 3000-ഓളം പേര് അന്ന് 120 പേരുള്ള ഒരു സംഘത്തോടാണ് ചേർന്നത്. ആ ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ അവർ ആചരിച്ചു. അഞ്ചാമത് നമ്മൾ കാണുന്നത് അപ്പം നുറുക്കി എന്ന് പറഞ്ഞാൽ തിരുവത്താഴ ശുശ്രൂഷ ചെയ്തു. ആറാമത്തെ കാര്യം നമ്മൾ കാണുന്നത് പ്രാർത്ഥനാ ജീവിതം നയിച്ചു. ഏഴാമത്തെ കാര്യം 43 മുതൽ 47 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ദൈവസഭയിലേക്ക് വന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെയും സഹകരണത്തിൻ്റെയും സേവനത്തിൻ്റെയും ആത്മീയ കൂട്ടായ്മയുടെയും കൃപ അവരനുഭവിച്ചു. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വരുന്നതെങ്കിൽ ആ സഭയുടെ അംഗമായി നമ്മൾ മാറുമ്പോൾ ആ സഭയിലുള്ള മുഴുവൻ ജനത്തിൻ്റെയും കൃപ ഒരു ദൈവവേദന അനുഭവിച്ചു
അനുഭവിക്കുകയാണ്. നമ്മളൊക്കെ അത് അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, നമുക്കതറിയാം. അതുകൊണ്ട് അതിൻ്റെ ഒടുവിൽ നമ്മൾ 47-ാം വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ ഇത്രയും വിശദമായി ഈ കാര്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് പൗരത്വം എന്നുള്ളത്, എങ്ങനെയാണ് സ്വർഗീയ പൗരത്വം ലഭിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് ഉറപ്പാകണമെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാകണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ പൊളിത്തീമ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം സിറ്റിസൺഷിപ്പ്, പൗരത്വം എന്നുള്ളതാണ്. രണ്ടാമത് ഈ വാക്കിൻ്റെ അർത്ഥം പൗരസ്ഥാനമെന്നാണ്. റൈറ്റ് ആൻഡ് പ്രിവിലേജ് ഓഫ് എ സിറ്റിസൺ. അവിടെ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനം. പൗരത്വം എന്ന് പറയുന്ന ഒരു ലീഗൽ ഓതറൈസേഷൻ ആണെങ്കിൽ, രണ്ടാമത് ഇവിടെ പൗരസ്ഥാനം നമുക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ സ്വർഗീയ പൗരൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഉന്നതമായ ഒരു പദവിയാണ് ഒരു ദൈവവേദന ലഭിക്കുന്നത്. അത് ധാരാളം വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, അതിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. എൻ്റെ പ്രിയ സൗരസ്വരന്മാരെ, നമ്മളെ സാധാരണക്കാരായ മനുഷ്യരാണ്. നമ്മളെ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, ദൈവത്തിൽ ജനിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവുകയാണ്. എത്ര ഉന്നതമായൊരു സ്ഥാനത്തേക്കാണ് നമ്മളെ ദൈവം കൊണ്ടുവരുന്നത്. ഇനി മക്കളെന്നുള്ള ആ അവകാശത്തിലേക്ക് വരുമ്പോൾ ചിലർക്ക് ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമൊക്കെ ഉണ്ട്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. പൗരത്വം എന്ന് പറയുന്നത് ജനനത്താൽ ലഭിച്ച ഒരു പൗരത്വം ആ ഗവൺമെൻറ്റിന് പോലും പിൻവലിക്കാൻ പറ്റത്തില്ല. രണ്ട്, പൗരസ്ഥാനം എന്ന് പറയുന്നത് ദൈവമക്കളെന്നുള്ള സ്ഥാനമാണ്. നമുക്കറിയാം, ലോകത്തിലെ ഒരു കോടതിയിൽ പോയാലും അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം വേർപെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നാം ദൈവമക്കളെന്നുള്ള ആ പദവിയിലാണ് നമ്മളെ ദൈവം കാണുന്നത്. അതാണ് നമ്മുടെ പൗരസ്ഥാനം. മൂന്നാമത് നമ്മൾ കാണുന്നത് പൗര അവകാശം, പൊസഷൻ ആസ് എ സിറ്റിസൺ. നമുക്ക് പൗരത്വമുണ്ട്, പൗരസ്ഥാനമുണ്ട്, 3 പൗര അവകാശമുണ്ട്. എന്താണ് നമ്മുടെ പൗരാവകാശം? റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് സ്വർഗത്തിൽ അവകാശമുണ്ടെന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ അവകാശികളാണ് എന്ന് പറഞ്ഞാൽ അവകാശത്തോടെ, ധൈര്യത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. അവകാശത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു അപ്പനോട് മക്കൾക്ക് ചെന്ന് അവരുടെ ആവശ്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നത് പോലെ, ഒരു അപ്പൻ്റെ മേൽ മക്കൾക്ക് അവകാശമുള്ളതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ മേൽ അവകാശം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് എന്ത് കാര്യവും നമുക്ക് പറയാനും ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അത് ഈ ലോകത്തിലുള്ള ആരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും, ഒരാൾ പോലും നമ്മളെ സഹായിച്ചില്ലെങ്കിലും, ഈ സർവശക്തനായ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ പിതാവാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണല്ലോ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എത്ര ഉന്നതമായ ഒരു പദവിയാണ് ആ പൗര അവകാശം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതൊരു കാര്യമാണ്. നാലാമത് നമ്മൾ കാണുന്നത് പൗരജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഓഫ് എ സിറ്റിസൺ. നമുക്കൊരു ഏതൊരു രാജ്യമാണെങ്കിലും ആ രാജ്യത്തിൻ്റെ പൗരന്മാരെ നിലയിൽ ജീവിക്കുന്നതിന് ഒരു ജീവിത നിലവാരം ആ ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനയിലുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു നിലവാരം നമുക്കുണ്ട്. അത് ലോകപ്രകാരമുള്ള നിലവാരമാണ്. എന്നാൽ സ്വർഗീയ പൗരന്മാരെ സംബന്ധിച്ച് ലോകപ്രകാരമുള്ള നിലവാരമല്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകപ്രകാരമുള്ള പല നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. ലോകപ്രകാരമുള്ള ജീവിത നിലവാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നവരാണ്. നമ്മൾ പലരും അത് പിന്തുടരുന്നവരുമാണ്. എന്നാൽ സ്വർഗീയ പൗരന്മാരെ സംബന്ധിച്ച് നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് സ്വർഗീയ നിലവാരത്തിലായിരിക്കണം. അതാണ് ഇവിടെ പൗലോസ് ഈ 3-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങളിൽ വായിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ഈ തർജ്ജമ പറയുമ്പോൾ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു പുതിയ തർജ്ജമയിൽ നിന്നാണ് വായിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും കണ്ടുപഠിക്കുവിൻ. ദൈവജനത്തിൻ്റെ മധ്യേ 2 കൂട്ടം ആളുകളുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്ന്, ആത്മീകമായ ഉണർവുള്ള ആളുകൾ, സ്പിരിച്വൽ ആത്മീകമായ സ്പിരിച്വൽ ഉറക്കത്തിലേക്ക് പോകാത്ത ആളുകൾ. അവർ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഹിതപ്രകാരം ദൈവസഭയ്ക്കും ദൈവജനത്തിനും ദൈവവചനപ്രകാരം ജീവിക്കും.
എന്നാൽ ആത്മീക ഉറക്കം പ്രാപിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് താഴെ പറയുന്നത്. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു. പലപ്പോഴും നിങ്ങളോട് കണ്ണുനീരോടെ പറഞ്ഞതുപോലെ ആവർത്തി, ഇത് ലോകത്തിലുള്ള മനുഷ്യരെക്കുറിച്ചല്ല പറയുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ തന്നെ ഒരുപറ്റം ആളുകൾ ഇങ്ങനെയുള്ളൊരു ആത്മീകമായ അവസ്ഥയിലേക്ക് പോകാം. നാശമാണ് അവരുടെ അവകാശം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർക്ക് അഭിമാനം തോന്നുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, എന്നാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ലോകപ്രകാരമുള്ള ആളുകളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വന്നാലും ഇനി ദൈവജനത്തെക്കുറിച്ചല്ല എന്ന് ചിലർ വാദിച്ചാൽ തന്നെ ലോകപ്രകാരമുള്ള ആളുകളെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞാലും അവരുടെ ഒരു ജീവിത ശൈലി നമുക്ക് ഒരു കാരണവശാലും പിന്തുടരുവാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിലുള്ളവർ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ അവകാശമില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് എഫേസ്യ ലേഖനം 5:8 വായിക്കുന്നത്? മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ച് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സ്വർഗീയ പൗരന്മാരെന്ന നിലയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ തന്നെ പൗലോസിൻ്റെ ലേഖനങ്ങൾ മാത്രം പരിശോധിച്ചാൽ എത്ര അധികം വാക്യങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അഞ്ചാമത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാക്കിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത, സിറ്റിസൺ ഓഫ് എ കിങ്ഡം. ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തു എന്നാണ് രാജ്യ പൗരത്വം. അത് ഞാൻ മുമ്പേ വിശദീകരിച്ചു. ഏതാണ് ആ രാജ്യം? ക്രിസ്തു നിർമ്മിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ആ ദൈവരാജ്യത്തിൽ കർത്താവിനോട് ചേർന്ന് നിത്യത മുഴുവൻ ജീവിക്കാനുള്ള ഒരവകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 22:5 വായിക്കുന്നത്, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അതുകൊണ്ട് സഭ സ്വർഗീയ പൗരന്മാരാണ്. ആ സ്വർഗീയ പൗരത്തിനനുസൃതമായി നമ്മൾ ജീവിക്കേണ്ടവരാണ് എന്ന് പൗലോസ് ഈ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു. രണ്ടാമത് അവിടെ പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന്, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഇപ്പം സഭയുടെ ഒന്നാമത്തെ പ്രത്യേകത, സഭ സ്വർഗീയ പൗരത്വമുള്ളവരാണ്. സഭ സ്വർഗീയ മണവാളന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ശ്രദ്ധിക്കണമേ, കർത്താവ് വരാൻ പോകുന്നത് അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നാണ്. നമുക്ക് പൗരത്വം എവിടെയാണ് ഉള്ളത്? ആ പൗരത്വമുള്ള സ്വർഗത്തിൽ നിന്ന് കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. എന്തിനാണ് കർത്താവ് മടങ്ങി വരുന്നത്? അവിടെ മടങ്ങി വരുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. എബ്രായ ലേഖനം 9:28 നമ്മൾ വായിക്കുന്നത്, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും. ഇവിടെ രക്ഷിതാവായി വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ചില ആളുകൾ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ ചിലപക്ഷം കർത്താവിനെ കാണുമ്പോൾ ചില ആളുകൾ മാനസാന്തരപ്പെട്ടാൽ അവർക്ക് പോകാൻ പറ്റും, അതാണ് രക്ഷിതാവെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായം നമ്മളൊന്ന് പഠിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് 27-6 വാക്യം വായിക്കുമ്പോൾ, ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി പ്രത്യക്ഷനായി എന്നുള്ള ഒരു കാര്യമാണ്. ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു, അത് ചരിത്രപരമായ ലോകത്തിൽ എല്ലാവരും കാണുകയും കർത്താവ് വന്ന കാര്യമാണ്. രണ്ടാമത് വായിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവം നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭയുടെ പക്ഷപാത ശുശ്രൂഷയ്ക്കായി കർത്താവിന് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷനായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അത് കർത്താവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി മൂന്നാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അവിടെ ആ പാപം കൂടാതെ എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുക്രിസ്തു മടങ്ങി വരുന്നത് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയല്ല, അത് പൂർത്തീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ എന്താണ് ഇവിടെ രക്ഷിതാവായി വരുമെന്ന് പറഞ്ഞാൽ? അത് നമുക്കറിയാം. അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി കർത്താവ് വരും. അതായത് യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് പറഞ്ഞാൽ അവൻ രക്ഷയുടെ പൂർത്തീകരണത്തിനായി കർത്താവ് വരുമെന്നാണ് അർത്ഥം. നമ്മുടെ രക്ഷാപദ്ധതി എന്ന് പറയുന്നത് 3 പ്രത്യേക കാലഘട്ടങ്ങളിലൂടെയാണ് ദൈവം നിർവഹിക്കുന്നത്. ആ രക്ഷയുടെ ഭൂതകാലം, പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. റോമാലേഖനം 8:1 നമ്മൾ വായിക്കുന്ന ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവമക്കൾ മഹാപീഡനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട,
അതുപോലെ തന്നെ നിത്യ ന്യായവിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാൽ ദൈവം നമ്മളെ ബാലശിക്ഷ കഴിക്കുമെന്നുള്ള ആ കാര്യം ഒഴിച്ചാൽ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ന്യായവിധിയും ശിക്ഷാവിധിയും ഇല്ല എന്ന് വളരെ വ്യക്തമായി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. 2, രക്ഷയുടെ വർത്തമാനകാലം എന്ന് പറയുന്നത് ദ പ്രസന്റ് ടെൻസ് ഓഫ് ദ സാൽവേഷൻ. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുന്നു. നമ്മളെ ഡെലിവറൻസ് ഫ്രം ദ പവർ ഓഫ് സിൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നമുക്കറിയാമല്ലോ, രക്ഷിക്കപ്പെടാത്ത ആളുകൾ പാപത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നവരാണ്. പാപത്തിൻ്റെ ശക്തി എത്രയോ ഭയങ്കരമാണ്. വിശ്വാസികളായ നമ്മളിലും പാപമുണ്ട്, പാപ സ്വഭാവമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പത്രോസിൻ്റെ 1-ാം ലേഖനം പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയും അസൂയയും നീക്കിക്കളഞ്ഞ്. അപ്പം നമ്മൾ വീണ്ടും ജനിച്ചവരാണ്, ദൈവമക്കളാണെങ്കിലും നമ്മളിൽ ഇപ്പോഴും സകല ദുഷ്ടതയുണ്ട്, എല്ലാ ചതിവുണ്ട്, വ്യാജഭാവമുണ്ട്, എല്ലാ നുണയുണ്ട്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് നീക്കിക്കളയണം. അതാര് നീക്കിക്കളയണം? നമ്മൾ. ദൈവം നീക്കിക്കളയണമെന്നല്ല, നമ്മൾ തന്നെ നീക്കിക്കളയണം. അപ്പോൾ ഇന്ന് പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവുണ്ട്, വചനമുണ്ട്, ആത്മീയ കൂട്ടായ്മയുണ്ട്. എബ്രായലേഖനത്തിൽ പറയുന്ന പോലെ പലപ്പോഴും പെയ്യുന്ന ആത്മീക മഴ കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്തിനാണ്? പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് രക്ഷയുടെ വർത്തമാനകാലം. ഇനി രക്ഷയുടെ ഭാവികാലം എന്ന് പറയുന്നത്, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ, അല്ലെങ്കിൽ പാപലോകത്തിൽ നിന്നുള്ള വിടുതൽ, അല്ലെങ്കിൽ പാപ ശരീരത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് സംഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരുമ്പോൾ നമ്മൾ പാപ ശരീരത്തിൽ നിന്ന് കർത്താവിൻ്റെ ശരീരത്തോട് അനുമായി രൂപാന്തരപ്പെടാൻ പോവുകയാണ്. അതാണ് ഈ രക്ഷിതാവായി വരും എന്ന് പറയുന്ന ആ വരവിൻ്റെ അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, വളരെ പ്രധാനമായ 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ ഓർപ്പിച്ചതാണ്. വെളിപ്പാട് പുസ്തകം 3:10 ലോകത്തിന് വരാൻ പോകുന്ന മഹാപീഡനത്തിൽ നമ്മളെ രക്ഷിക്കാൻ പോകുന്നു. അവിടെ പറയുന്ന ലോകത്തിലുള്ള മുഴുവൻ വരുന്ന ആളുകൾക്ക് വരുന്ന മഹാപീഡനം, വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെ അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ മഹാപീഡനത്തിൽ നിന്ന് സഭയെ രക്ഷിക്കാനായിട്ട് കർത്താവ് വരാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 3:10 നമ്മൾ വായിച്ചല്ലോ, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലൊന്നും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. സഭയെ ആ മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് രക്ഷിക്കും എന്നൊരർത്ഥത്തിലാണ് അവിടെ രക്ഷിതാവായി വരും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. ഇനി 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 3-ാമത്തെ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സഭ കാത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി സഭ കാത്തിരിക്കുന്ന 3-ാമത്തെ കാര്യം, ഒരു സ്വർഗീയ ശരീരത്തിനായിട്ട് സഭ കാത്തിരിക്കുന്നു. നമ്മുടെ ഈ ശരീരത്തിൻ്റെ 7 ഡിസ്ക്വാളിഫിക്കേഷൻസ്, അയോഗ്യതകൾ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒരു അയോഗ്യതയാണ് നമ്മൾ ഈ വാക്യത്തിൽ കണ്ടത്, നമ്മുടെ താഴ്ചയുള്ള ശരീരം, വൈൽഡ് ബോഡി. വൈൽഡ് ബോഡി എന്നുള്ള ആ വാക്കിൻ്റെ നിഘണ്ടുവിലുള്ള അർത്ഥം നശ്വരമായ, ബലഹീനതയുള്ള, പാപം മൂലം താഴ്ച വന്ന, നശിക്കുന്ന ശരീരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഫിലിപ്പി ലേഖനം 3:21 നമുക്കത് കാണാം. നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. 2, റോമാലേഖനം 6:12 നമ്മൾ വായിക്കുന്നത് മർത്യശരീരം, അല്ലെങ്കിൽ മരണവിധേയമായ ശരീരം, താൽക്കാലികമായിട്ടുള്ള ശരീരം എന്നൊക്കെയാണ് മോർട്ടൽ ബോഡി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് 2-ാമത്തെ അയോഗ്യത. 3-ാമത്തെ പ്രത്യേകത 1 കൊരിന്ത്യർ 15:42 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അവിടെ കറപ്റ്റബിൾ ബോഡി എന്ന് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന ശരീരം, മണ്ണോട് മണ്ണ് ചേരുന്ന നശിച്ചു പോകുന്ന ഒരു ശരീരമാണ് നമുക്കുള്ളത്. 4-ാമത്തെ ശരീരത്തിൻ്റെ പ്രത്യേകത വീക്ക് ബോഡി, അല്ലെങ്കിൽ ബലഹീനമായ ശരീരം. 1 കൊരിന്ത്യർ 15:43 ബലഹീന ശരീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ഷീണമുള്ള, പരിമിതികളുള്ള, രോഗങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ബലഹീനമായ ശരീരത്തിലാണ് നമ്മൾ ലോകത്ത് ജീവിക്കുന്നത്. 5-ാമത്തേത് നാച്ചുറൽ ബോഡി. 1 കൊരിന്ത്യർ 15:44 എന്ന് പറഞ്ഞാൽ പ്രാകൃത സ്വഭാവം നിറഞ്ഞ പ്രാകൃത ശരീരം, ഭൂമിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന മണ്ണിൻ്റെ സ്വഭാവങ്ങളോട് ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു ശരീരം എന്നാണ് അതിൻ്റെ അർത്ഥം. 6-ാമത്തെ അയോഗ്യത എന്ന് പറയുന്നത് ബോഡി ഓഫ് സിൻ,
പാപശരീരം. റോമാലേഖനം 6:6 എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശരീരം, പാപാധിപത്യമുള്ള ശരീരം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ഒരു ശരീരത്തിലല്ല ജനിച്ചത്. അവൻ നമുക്കറിയാമല്ലോ വിശുദ്ധ പ്രജയായിട്ടാണ് ജനിച്ചത്. അവൻ പാപരഹിതമായ ഒരു ശരീരത്തിലാണ് ജനിച്ചത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് പാപ ശരീരത്തിലായതുകൊണ്ട് നമ്മളിൽ ഈ പാപ സ്വഭാവങ്ങളുണ്ട്, പാപത്തിൻ്റെ ചിന്തകളുണ്ട്, പാപത്തെക്കുറിച്ചുള്ള ആഗ്രഹമുണ്ട്. ആ കാര്യം നമുക്കറിയാം, അത് നമുക്ക് കർത്താവിനറിയാം. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ, കുറവുകളൊക്കെ ക്ഷമിക്കാൻ കർത്താവിന് സാധിക്കുന്നതും നമ്മുടെ അവസ്ഥ കർത്താവിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ ശരീരം അല്ലെങ്കിൽ പാപാധിപത്യമുള്ള ശരീരമെന്ന് നമുക്ക് 6ാമത്തെ അയോഗ്യതയായിട്ട് ശരീരത്തെ കാണാൻ സാധിക്കും. 7ാമത്തെ അയോഗ്യത നമുക്ക് കാണാൻ സാധിക്കുന്നത് എർത്തിലി ബോഡി എന്ന് പറഞ്ഞാൽ മൺപാത്രമായ ശരീരം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം 7 അയോഗ്യതകൾ നിറഞ്ഞൊരു ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവം ചെയ്ത 2 അത്ഭുതകരമായ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന്, ദൈവം നമ്മുടെ ഈ ശരീരത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി മാറ്റി. ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്തൊരു വലിയ അത്ഭുതമാണ്! ഈ അയോഗ്യതകളുള്ള, എല്ലാ തരത്തിലും അയോഗ്യതകൾ നിറഞ്ഞ ഈ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി ദൈവം മാറ്റി. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. എന്തൊരു അത്ഭുതമല്ലേ! നമ്മുടെ ഈ ബലഹീനമായ ശരീരം ഇന്ന് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് പറഞ്ഞുകൊള്ളുവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, വിലയേറിയ രക്തത്താൽ, വിലമതിക്കാനാവാത്ത രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മളിനി താന്താങ്ങൾക്കുള്ളവരല്ല. നമ്മളും നമുക്കുള്ളതൊന്നും ദൈവത്തിനുള്ളതാണ്, നമുക്കുള്ളതല്ല. അതെല്ലാം ദൈവത്തിനുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുന്നത്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ധാർമ്മിക ജീവിതത്തിൻ്റെ മൂല്യച്യുതികളെക്കുറിച്ച് മാത്രമാണ് ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ, നമുക്കുള്ള സമ്പത്ത്, നമ്മളതിൻ്റെ പണവിനിയോഗം, നമ്മൾ എന്തൊക്കെ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ വിനിയോഗിക്കുന്നു, എന്തൊക്കെ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു, എന്തൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു, തീർച്ചയായിട്ടും അക്കൗണ്ടബിൾ ആണ്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, കർത്താവ് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും നമുക്ക് അക്കൗണ്ടബിൾ ആണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിനി വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ സ്വയം പുകഴാനോ, സ്വയം വളരാനോ, സ്വയത്തിൽ ജീവിക്കാനോ, സ്വയത്തിൻ്റെതായ പ്രവർത്തികൾ ചെയ്യാനോ പാടില്ല. കാരണം നമുക്കുള്ളവരല്ല, നമ്മളിനി കർത്താവിനുള്ളവരാണ് എന്നറിയണം. അതാണ് ഒന്ന്, നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി മാറ്റി. 2ാമത്തെ വലിയ അത്ഭുതം ഇനി നടക്കാൻ പോവുകയാണ്. അതാണ് ഇവിടെ വായിച്ചത്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ പോകുന്നു. രക്ഷാ പദ്ധതിയെക്കുറിച്ച് പറയുന്ന റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിൻ്റെ പ്രീഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുന്നിടത്ത് റോമർ 8:29 ഇങ്ങനൊരു വാക്യമുണ്ട്, തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പാപരഹിതമായ, നമ്മുടെ ശരീരം പങ്കിലമായ ശരീരമാണെങ്കിൽ നമ്മളെ ഇനി മാറ്റിയെടുക്കാൻ പോകുന്നത് പാപരഹിതമായ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപമായി നമ്മളെ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. എന്തൊരു സന്തോഷകരമായ കാര്യമാണ്! നമ്മുടെ ഇന്നത്തെ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പാപത്തോട് ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമായി നമ്മളെ രൂപാന്തരപ്പെടുത്തി കഴിയുമ്പോൾ അത് മാറുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊരിന്ത്യർ വായിക്കുന്ന 1 കൊരിന്ത്യർ 15:49 വായിക്കുന്നത്, നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചു എങ്കിൽ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. എന്തൊരു അത്ഭുതമല്ലേ! ഈ ലോകത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ശാരീരിക എന്തെല്ലാം രോഗങ്ങൾ അനുഭവിച്ചാണ് നമ്മൾ പോകുന്നത്. നമ്മളുണ്ടാക്കുന്ന പണത്തിൻ്റെ നല്ലൊരു ശതമാനം പണം ഇന്ന് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെലവഴിക്കുകയാണ്. ഈ ബലഹീന ശരീരം മുഖാന്തരം എന്ത് പണമാണ് നമ്മൾ, എന്തെല്ലാം കാര്യങ്ങളാണ്. മെഡിക്കൽ കോളേജിലൊക്കെ ചെന്നാൽ ആളുകൾ അവരുണ്ടാക്കി അധ്വാനിച്ചുകൊണ്ട്, ജീവിതകാലത്ത് അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ ചില രോഗങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ കൊണ്ട് ചെലവഴിക്കുന്ന സങ്കടകരമായ കാര്യം നമുക്ക് ലോകത്ത് കാണാം. എന്തായാലും നമുക്കൊരാശ്വാസമുണ്ട്. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി
രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ പോകുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യം. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ഇന്ന് രാത്രി പിരിയാം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എൻ്റെ പ്രിയ സൗരസ്വരന്മാരെ, സ്വർഗീയ പൗരത്വമുള്ളവരാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാക്കണം. ഈ രാത്രിയിൽ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും സൗരസ്വരന്മാർ ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗീയ പൗരത്വം നിങ്ങൾക്ക് അനുഭവമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങൾ സ്വർഗീയ പൗരന്മാരാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്, നമുക്ക് പൗരത്വമുള്ളിടത്ത് നിന്ന് ആ സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. അവൻ രക്ഷിതാവായി മടങ്ങി വരാൻ പോവുകയാണ്. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി വരാൻ പോകുന്നു. മാത്രമല്ല, വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. അവൻ മടങ്ങി വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരം കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടാൻ പോവുകയാണ്. ആ നിറഞ്ഞ പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.